സിഡിയും പിപിയും വിറ്റ് NH ഹൈവേയിലൂടെ നടന്നിരുന്ന SMP എന്നൊരാൾ ഒരു നാൾ CM ആയി. ഈ ഒരു സിമ്പിൾ കോഡിലൂടെ വളരെ സിമ്പിളായി എന്താണ് ന്യൂസ് വാല്യൂസ് അല്ലെങ്കിൽ എന്തൊക്കെ ഘടകങ്ങൾ ഉണ്ടായാലാണ് ഒരു ന്യൂസ് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുക എന്നത് വളരെ സിമ്പിളായി നമുക്ക് പഠിച്ചെടുക്കാം. സോ ടെക് ന്യൂസിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ന്യൂസ് വാല്യൂസ് അഥവാ ഒരു ന്യൂസ് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമേ തന്നെ നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ സിഡിയും പിപിയും വിറ്റ് NH ഹൈവേയിലൂടെ നടന്നിരുന്ന SMP എന്നൊരാൾ ഒരു നാൾ CM ആയി എന്ന കോഡ് ഡീകോഡ് ചെയ്യാം. ഇവിടെ സിഡിയിലെ C കോൺഫ്ലിക്റ്റ് ആണ്, സിഡിയിലെ D ഡിസാസ്റ്റർ ആൻഡ് ട്രാജഡി. ഇനി പിപിയിലെ ആദ്യത്തെ P പ്രൊമിനൻസ് ആൻഡ് എമിനൻസ്, രണ്ടാമത്തെ P പ്രോക്സിമിറ്റി ആൻഡ് ടൈം ലൈൻസ്, NHലെ N നോവൽറ്റി, NHലെ H ഹ്യൂമൻ ഇൻട്രസ്റ്റ്, SMPയിലെ S സെക്സ്, M മണി, P പവർ, CMലെ C സെലിബ്രിറ്റി വാല്യൂസ്, M മിസലേനിയസ് വാല്യൂസ്. ഇനി നമുക്ക് ഈ 11 പോയിന്റ്സും എന്താണ് എന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. കോൺഫ്ലിക്റ്റ്, എല്ലാ സംഘർഷങ്ങളും ഒരു പരിധിവരെ ന്യൂസ് പ്രാധാന്യമുള്ളതാണ്. കേരളത്തിലെ ഒരു പ്രമുഖ ജില്ലയിൽ ഒരു കൂട്ടം ആളുകൾ തമ്മിൽ അടി ഇടി വെടി പുക. ഒരുത്തൻ മറ്റൊരുത്തൻ്റെ കൈവെട്ടി, വേറൊരുത്തൻ മറ്റൊരാളുടെ തലയിൽ ഒരു വലിയ ചുറ്റിക കൊണ്ട് ഒന്നും ചെയ്തില്ല. കേട്ടിരിക്കാൻ നല്ല രസമുണ്ടല്ലേ? ഇത് തന്നെയാണ് കോൺഫ്ലിക്റ്റ് എന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട ന്യൂസ് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് യുദ്ധം, കൊലപാതകം, സമരം എന്നിങ്ങനെയുള്ള വാർത്തകൾ ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിക്കും. ഡിസാസ്റ്റർ ആൻഡ് ട്രാജഡി, ദുരന്തങ്ങൾ പലവിധമുണ്ട്. കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് പോയ ഗുഡ്സ് ലോറി മണ്ണിനടിയിൽപ്പെട്ടു. ഇതൊരു പ്രകൃതി ദുരന്തമാണ്. ടെററിസ്റ്റുകൾ ഇന്ത്യൻ പാർലമെന്റ് ആക്രമിച്ചു. മുംബൈയിലെ താജ് ഹോട്ടലിൽ നടന്ന ആക്രമണം, വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന ബോംബ് ആക്രമണം, സുനാമി, ഹിരോഷിമ, നാഗസാക്കി എന്നിവിടങ്ങളിൽ നടന്ന ബോംബ് ആക്രമണം. മേൽപ്പറഞ്ഞ എല്ലാ വാർത്തകളിലും ഒരുപാട് ആളുകൾക്ക് ജീവനും ജീവിതവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയ്ക്കൊക്കെ വാർത്താ പ്രാധാന്യം കൂടുതലുമാണ്. പ്രൊമിനൻസ് ആൻഡ് എമിനൻസ്, പേരുകൾ വാർത്തകൾ ഉണ്ടാക്കും. വലിയ പേരുകളോ വലിയ വാർത്തകൾ ഉണ്ടാക്കും. ഒരു വലിയ വ്യക്തി, എക്സാമ്പിൾ ഒരു പ്രൈം മിനിസ്റ്റർ ഒരു വിഷയത്തെപ്പറ്റി എന്തൊക്കെയോ സംസാരിച്ചു, അത് ഒരു വലിയ വാർത്തയാണ്. നേരെ മറിച്ച് ഒരു പ്രൈം മിനിസ്റ്റർ ഒരു വിഷയത്തെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല എന്നതുപോലും ഒരു വാർത്തയാണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു മന്ത്രിയുടെ ഈവനിങ് വാക്ക് അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ മൈനർ ഓപ്പറേഷൻ, ഇതൊക്കെ ഒരു വലിയ വാർത്തയാണ്. നേരെ മറിച്ച് ഒരു സാധാരണക്കാരൻ്റെ മേജർ ഓപ്പറേഷൻ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ വാർത്തയല്ല. പ്രോക്സിമിറ്റി ആൻഡ് ടൈം ലൈൻസ്, അടുത്തുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന വാർത്തകൾക്ക് മൂല്യം എപ്പോഴും കൂടുതലാണ്. എക്സാമ്പിൾ ഡൽഹിയിൽ നടന്ന ഒരു ആക്സിഡൻറ്റിനേക്കാൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക കേരളത്തിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജില്ലയിൽ നടന്ന ഒന്നായിരിക്കും. സോ നിയർനെസ് അഥവാ പ്രോക്സിമിറ്റി ആൻഡ് ടൈം ലൈൻസ് വാർത്ത ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നോവൽറ്റി, ഒരേ വാർത്തകൾ എപ്പോഴും കേൾക്കുമ്പോൾ ഒരു സുഖമില്ലല്ലേ? പുതുമ ഉള്ള വാർത്തകൾ എപ്പോഴും ആളുകൾ ശ്രദ്ധിക്കും. എക്സാമ്പിൾ 200 വയസ്സുള്ള ആൾ ഹിമാലയം കയറി. ഇതൊരു റെയർ ആയിട്ടുള്ള ന്യൂസാണ്. എപ്പോഴും കേൾക്കുന്ന ന്യൂസിന് പകരം ഒരു പുതുമയുള്ള ഒരു വാർത്ത കേൾക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കും. സോ നോവൽറ്റി ന്യൂസിന് വാല്യൂ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഹ്യൂമൻ ഇൻട്രസ്റ്റ്, ഈ ഒരു വിഭാഗത്തിൽ പെടുന്ന ന്യൂസ് എപ്പോഴും മനുഷ്യന്റെ വികാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. എക്സാമ്പിൾ 70 വയസ്സുള്ള ആൾ SSLC പരീക്ഷ ജയിച്ചു. ഒരു വിദ്യാർത്ഥി റാഗിംഗ് കാരണം ആത്മഹത്യ ചെയ്തു. ഒരു യാചകന്റെ മകൾ കളക്ടറായി. ഇതൊക്കെ ഹ്യൂമൻ ഇൻട്രസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന വാർത്തകളാണ്. സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾക്ക് എപ്പോഴും വാർത്താ പ്രാധാന്യം കൂടുതലാണ്. റേപ്പ്, മിനിസ്റ്റർക്കെതിരെയുള്ള പീഡന ആരോപണം, സിനിമാ മേഖലയിലുള്ള സെക്സ് റിലേറ്റഡ് ന്യൂസ് എന്നിവയ്ക്കൊക്കെ വാർത്താ പ്രാധാന്യം കൂടുതലാണ്. മണി, വാർത്ത ശ്രദ്ധിക്കാൻ ഉള്ള മറ്റൊരു ഘടകമാണ് മണി. എക്സാമ്പിൾ ബഡ്ജറ്റ് അവതരണം, ഹവാല, കൈക്കൂലി, അഴിമതി, ടാക്സ് കൂടുന്നു, അവശ്യ സാധനങ്ങളുടെ വില കൂടുന്നു, സാമ്പത്തിക പ്രതിസന്ധി എന്നിവയൊക്കെ വാർത്താ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. പവർ എലൈറ്റഡ്, ഹൈ ക്ലാസുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് വാർത്താ പ്രാധാന്യം എന്നും കൂടുതലാണ്. എക്സാമ്പിൾ റീസെന്റായി അംബാനിയുടെ മകന്റെ വിവാഹം കഴിഞ്ഞു. ഇതൊരു വാർത്തയാണ്. ഒരു പ്രമുഖ കമ്പനി തകർന്നു.
ഒരു കോടീശ്വരൻ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ കാർ എടുത്തു. ഇതൊക്കെ വാർത്തകളാണ്, പവർ റിലേറ്റഡ് വിഭാഗത്തിൽപ്പെടുന്ന വാർത്തകൾ. സെലിബ്രിറ്റി വാല്യൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിലിം, സ്പോർട്സ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഒക്കെയുമായി ബന്ധപ്പെട്ട വാർത്തകളെയാണ്. എക്സാമ്പിൾ, ഒരു നടി പ്രസവിച്ചു, അതൊരു വാർത്തയാണ്. നേരെ മറിച്ച് ഒരു സാധാരണക്കാരി പ്രസവിച്ചാൽ അതൊരു വാർത്തയല്ല. മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, രാഷ്ട്രീയ നേതാവിന് തുമ്മൽ പനി അല്ലെങ്കിൽ ജലദോഷം, ഇതൊക്കെ വാർത്തയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഒരു നടി ഒറ്റയ്ക്ക് കാറോടിച്ചു വന്നു എന്നതുപോലും വാർത്തയാണ്. സെലിബ്രിറ്റീസുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള രസകരമായ വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യൂ. മിസലേനിയസ് വാല്യൂസ്: ക്രൈം, കൊലപാതകം, റിലീജിയൻ, മതം, ഹ്യൂമർ, തമാശ, വെതർ, കാലാവസ്ഥ, ഫുഡ്, ഭക്ഷണം, ഇൻവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങൾ, ഇവയൊക്കെ മിസലേനിയസ് വാല്യൂസിൽ പെടുന്ന വാർത്തകളാണ്. ഇതോടുകൂടി ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ MK സൈനിങ് ഔട്ട്. ബൈ.